സുബ വ്ലോഗ്സ്. അപ്പോൾ വസുവിൻ്റെ കുറച്ച് സ്കൂളിൽ പോണ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തോന്ന് ഇത് തന്നെ ലുലു മോളിന്ന് മേടിച്ചത് മക്കളെ? ഇത് തന്നെ അലമാരിയിലൊന്നും ഇല്ല വേറെ. അസോ അലമാരി വേറെ ഒന്നും ഇല്ല. തുണിക്ക് 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 വത്സു സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് അച്ഛൻ 2 വാക്ക് പറയണം പ്ലീസ്. വസുവിന്റെ സ്കൂളിൽ പോക്കിനെ കുറിച്ച്. സ്കൂളിൽ പോകാൻ പോകണമെന്നല്ലേ ഉള്ളു, പോയിട്ട് വരട്ടെ. എന്ത് ചെയ്യും, അതൊക്കെ നമുക്ക് പണ്ടത്തെ കാലമൊക്കെയാണ് ഓർമ്മ. പണ്ട് ശ്രീധർമ്മ ശാസ്ത്രി സ്കൂളിൽ പോയതാണ് എനിക്ക് ഓർമ്മ. യൂണിഫോമൊക്കെ ഇട്ട് ഷൂ സോക്സ് ഒക്കെ ഇട്ട് സ്കൂബി ഡൂബിയുടെ ബാഗൊക്കെ വാങ്ങിയിട്ട് പണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 7ാം ക്ലാസ് വരെ. പിന്നെയൊക്കെ ബാഗും കിട്ടി ഒരു കാലം. ആ കാലമല്ലല്ലോ ഇപ്പൊ. എന്താണോ ആവശ്യം അതിന്റെ കുറച്ചുകൂടെ ഓവറായിട്ടാണ് ഇവിടെ എല്ലാ അച്ഛൻ മേടിച്ചു കൊടുക്കുന്നത് അല്ലേ വസു? കാലങ്ങളൊക്കെ മാറി. ആ പറയുന്നതിന്റെ ഇരട്ടിയാണ് അച്ഛൻ മേടിച്ചു തരുന്നത് ഓരോന്ന്. പെയിന്റ് ഇന്നലെ പോയി ഞങ്ങള് മുടിയൊക്കെ വെട്ടി അല്ലേ മക്കളെ? പണ്ടൊക്കെ ഒരു യൂണിഫോം, ഒരു ജോഡി യൂണിഫോം ഉണ്ട്, ഒരു ഷൂ ഉണ്ട്, ഒരു സോക്സും ഉണ്ട്. അങ്ങനെ തന്നെ കഴുകി ഇടണം. ഇപ്പോഴും ഒരു ഷൂ 2 സോക്സ് ഉണ്ടെന്നേ ഉള്ളു, ഒരു ഷൂ തന്നെ ഉള്ളു. വേണമെങ്കിൽ 10 ഷൂ കാണാം എന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ പഠിക്കാൻ മതി. വസു പഠിക്കോ? വസു എന്താ ഇരുന്നാ മതി. പഠിക്കോ? വസുദേവിന്റെ ഫുൾ നെയിം എന്താ? വസുദേവ് പറ. വസുദേവ് BS എന്നാണോ? ഗുഡ് ബോയ്. ഏത് സ്കൂളിലാ പഠിക്കണ? ഗുച്ചപ്പേട്. ഏത് ക്ലാസ്സിലാ പഠിക്കണ? LKG-യിലാണോ? വസു ഗുഡ് ബോയ് ആണല്ലേ ഏട്ടാ. ഇന്ന് നമ്മൾ എവിടെ പോണ? സ്കൂള്. ഇഷ്ടാണോ സ്കൂളിൽ പോവാൻ? അതെ കിടക്കണം. ചിച്ചു വരുമോന്ന്? ഇന്ന് ചിച്ചു വരും, നാളെ തൊട്ട് ചിച്ചു വരില്ല. ഇന്നമ്മ വരാം, നാളെ വരൂല. നാളെ അച്ഛനാണ് വരുന്നത്. വിളിക്കാൻ അമ്മ വരും. സ്കൂളും നമ്മുടെ വീടും തമ്മിൽ 5 മിനിറ്റിന്റെ ഡിസ്റ്റൻസേ ഉള്ളു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ വാക്കബിൾ ഡിസ്റ്റൻസ് അല്ല ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ഒരു 1.5 അല്ലേ ഏട്ടാ? എത്ര കിലോമീറ്റർ? 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഞാൻ വിചാരിക്കുന്നത് രാവിലെ ഏട്ടൻ അവനെ കൊണ്ടുപോയി, ഏട്ടനല്ല ഞാനും ഏട്ടനും കൂടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചേട്ടൻ ജോലിക്ക് പോകും. ഞാൻ അവിടെ നടന്ന് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ല 2 വണ്ടി എടുത്ത് മെനക്കെട്ട് പോകണ്ടേ. പിന്നെ ഏട്ടൻ അല്ലെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കണം. സോ എനിക്കൊരു നടപ്പ് ആകും. ഇല്ല, ഞാൻ നടക്കും. എനിക്ക് നടക്കണം. കാരണം ഞാൻ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് വരാണ്. സോ എനിക്ക് കുറച്ചൊന്നും മെലിയണമെന്നൊരു അതിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു വസുവിനെ സ്കൂളിൽ വിട്ടിട്ട് മെലിയണം. വസു UKG എത്തുമ്പോ അമ്മ സ്ലിം ആകും. വസു UKG എത്തുമ്പോ അമ്മ സ്ലിം ആകും. അമ്മ 0 സൈസ് ആകും. സോ നമുക്ക് നോക്കാം നമ്മുടെ നടപ്പ് പോസിബിൾ ആകുമോ എന്നുള്ളത്. വൈകിട്ട് ഞാൻ പോയി 2 വീലറിൽ പോയി കൂട്ടിയിട്ട് വരും. ഇല്ല ഇല്ല, ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യണു. ഞാൻ വണ്ണം കുറയും. ഇത്
ഞാൻ കഴിക്കും. ഞാൻ കഴിച്ച് സമ്പാദിച്ച തടിയാണെന്ന് ഞാൻ സമ്മതിക്കും. ഞാൻ കഴിച്ചത് ഉണ്ടാക്കിയ തടിയാണിത്. കാരണം ഞാൻ നല്ലതായിട്ട് കഴിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. സോ ഇമ്ലേച്ചതെന്ന് കണ്ടാ മതി. വസുദേവ്, ചിച്ചു വരണ്ടേ? ചിച്ചു വരണ്ടേ? വസു കണ്ണാടി കൂട്ടലുണ്ട്. അങ്ങനെ നമ്മൾ 3 ആളും കൂടെ റെഡിയായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായിട്ടാണ്. അപ്പോൾ 9 മണിയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. സോറി, 9 അല്ല, 9:45. അപ്പം നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ ഒരു ചെറിയൊരു വെൽക്കം പോലെ ഉണ്ടായിരുന്നു. ഒരു കിങ് ക്യൂൻ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു, പിന്നെ ഒരു മുട്ടായി കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ വന്നിരുന്നു കേട്ടോ. അവിടുത്തെ ഹാളിലായിരുന്നു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് അവരെ ക്ലാസ്സിലേക്കൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഓരോ KG സെക്ഷൻ, മീൻസ് പ്രീ KG, LKG, UKG ഇങ്ങനെ ഡിവിഷൻ തിരിച്ചിട്ട് ചേരിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. നമ്മൾ ചെന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ടായത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മെസ്സേജ് തരുന്ന ഒരു സ്കിറ്റ് പോലെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളിലുള്ള അധിക ഫോണിൻ്റെ യൂസേജിനെ കുറിച്ചിട്ട് അങ്ങനെ ചെറിയൊരു മെസ്സേജ് തരണ ഒരു ചെറിയ സ്കിറ്റ് പോലെ നടത്തി. അതിൻ്റെ കൂടെ തന്നെ ഒരു കുട്ടി ഡാൻസ് പ്രോഗ്രാമും കൂടെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിലെത്താം. പ്രവേശനോത്സവ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഏട്ടൻ പുറത്ത് 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. അപ്പം പ്രവേശനോത്സവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ പിള്ളേർക്കൊരു കുട്ടി മെസ്സേജ് തരുന്ന പോലെ ഒരു അത് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്കിറ്റ് മാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നായിരുന്നു. പിന്നെ ഒരു കുട്ടി ഡാൻസ് അതിനകത്ത് തന്നെ, ആ സ്കിറ്റിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഡാൻസ് കുഞ്ഞു പിള്ളേരുടെ. മുറിച്ചു കൊണ്ടുപോയി. എന്തിനാ? ഫോണ് കണ്ട കണ്ണ് മുറിച്ചു കൊണ്ടുപോകും, അതാണ് പറയുന്നത്. അപ്പൊ നമ്മളിനി ഫോണ് കാണൂല. യെസ്, ഗുഡ് ബോയ്. പത്തും. അപ്പോ നമുക്കിനി തിങ്കളാഴ്ച തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. നാളെ ബക്രീദിൻ്റെ അവധിയായിട്ട് നാളെ ക്ലാസ് ഇല്ല. സോ ഇനി തിങ്കളാഴ്ചയാണ് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല രാവിലത്തെ ഇവിടുത്തെ പ്രകടനങ്ങളൊക്കെ എന്തൊക്കെ കാഴ്ച വെച്ചിട്ടായിരിക്കും പോണേന്ന്. വെക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് സുബ വ്ളോഗ്സ്.